പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിൽ അജ്മഈൻ. ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ അള്ളാഹുവോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവെ ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ എന്ന് എല്ലായ്പ്പോഴും നാം പ്രാർത്ഥിക്കുക. നമ്മുടെ കർമ്മങ്ങൾ അതിൻ്റെ അന്ത്യത്തെ വിലയിരുത്തിക്കൊണ്ടാണ് കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്നമൽ അഅ്മാലു ബിഖവാത്തിം. ഒരാളുടെ കർമ്മങ്ങൾ വിലയിരുത്തുന്നത് അതിൻ്റെ അന്ത്യത്തെ പരിഗണിച്ചുകൊണ്ടാണ്. നാം അവസാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. അതിന് വേണ്ടത് നമ്മുടെ ജീവിതകാലത്ത് നാം ദിക്റിലും സലാത്തിലും അള്ളാഹുവെ സംബന്ധിച്ചുള്ള ബോധത്തിലും ജീവിക്കണം. ഇതിലേക്ക് എല്ലാം വിരൽ ചൂണ്ടുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരാൾ പ്രവാചകൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, കുറഞ്ഞ ഒരു ഉപദേശം, അതിൽ വലിയ കാര്യങ്ങൾ അടങ്ങിയിരിക്കണം, അത്തരത്തിലുള്ള ഒരു ഉപദേശം എനിക്ക് നൽകിയാലും എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുംത ഫീ സ്വലാത്തിൻ ഫസല്ലി സ്വലാത്തി മവദ്ദിയാണ്. നീ നമസ്കരിക്കാൻ നിന്നാൽ ഇതെൻ്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന് നീ മനസ്സിലാക്കുക. അപ്പോൾ അത് നിൻ്റെ നമസ്കാരം കുറ്റമറ്റതായി തീരും. വലാ തകല്ലം ബികലാമിൻ തഅ്തദിറു മിൻഹു. അതായത് നീ ഇന്ന് സംസാരിക്കുന്ന സംസാരം കൊണ്ട് നാളെ നിനക്കതൊരു ഖേദത്തിന് വഴി വരാതിരിക്കട്ടെ. വാജ്മൽ യസ അമ്മാ ഫി ഐദിന്നാസ്. ജനങ്ങളിൽ കൈയടക്കി വെച്ചതിൽ നീ കണ്ണും നട്ട് നിരാശനാവരുത്. ഈ 3 ഉപദേശങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒന്നാമതായി പറഞ്ഞത് നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ആ നമസ്കാരത്തിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ഇത് എൻ്റെ അവസാന നമസ്കാരമായി കാണണം എന്നതാണ് പ്രവാചകൻ അതിലൂടെ നമ്മെ പഠിപ്പിച്ചത്. രണ്ടാമത് പറഞ്ഞത് വലാ തകല്ലം ബികലാമിൻ തഅ്തദിറു മിൻഹു. നാളെ ഒരു ഖേദത്തിന് വഴി വരുന്ന രൂപത്തിൽ ഇന്ന് നീ സംസാരിക്കരുത്. അതായത് ഇന്ന് പലരും പല കാര്യങ്ങൾ സംസാരിച്ച് നാളെ ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ആ ദിവസം വന്നെത്തണമെന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തോട് മാപ്പ് പറയേണ്ട സമയം അതിക്രമിച്ച് പോയിട്ടുണ്ടാവാം. മൂന്നാമത് പറഞ്ഞത് വാജ്മൽ യസ അമ്മാ ഫി ഐദിന്നാസ്. ജനങ്ങളിലുള്ള കാര്യത്തെ സംബന്ധിച്ച് എനിക്കത് ലഭിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നീ വിഷമിച്ചിരിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ സംതൃപ്തനായി ജീവിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ഉപദേശം. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് എന്ന് ആവശ്യപ്പെടുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.